ഉള്ളിലടുത്ത മുണ്ടക്കയിൽ നിന്ന് പ്രതീക്ഷ നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇനി. ഒരു മാസമായി നിലച്ചു കിടന്ന ഘടികാരം പ്രവർത്തിച്ചു തുടങ്ങി. മീഡിയ വൺ മലപ്പുറം ബ്യൂറോ ഡ്രൈവർ ജ്യോതിഷിന്റെ പരിശ്രമത്തിലാണ് ഘടികാരം പ്രവർത്തിച്ചത്. ഘടികാരങ്ങൾ നിലച്ചുപോയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത്. ഈ വാച്ച് വലിയ ഒരു പ്രതീകമാണ്, പ്രതീക്ഷയുടെ ഒരു പ്രതീകമായ ഘടികാരമാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന് കാരണം ഈ ഒരു മാസമായി ഈ ഘടികാരം ചർച്ചിന്റെ മുറ്റത്ത്, മുണ്ടക്കയിലെ ചർച്ചിന്റെ മുറ്റത്ത് കിടക്കുകയായിരുന്നു. ഇന്ന് ഇവിടെ വാർത്താശേഖരണത്തിനായി ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ മലപ്പുറത്തെ സാരഥിയായ ജ്യോതിഷ് എന്ന കണ്ണൻ വെറുതെ ഇതൊന്ന് പരിശോധിച്ചതാണ്. അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഉള്ള് മുഴുവൻ മണ്ണ് നിറഞ്ഞു കിടക്കുകയായിരുന്നു. അത് ഇപ്പോൾ കൃത്യം സമയം ആയി രേഖപ്പെടുത്തി അത് ഓടുന്നു. അതായത് ഒരു മാസത്തിന് ശേഷമാണ് ഈ വാച്ച് ചലിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഒരു മാസം നിലച്ചു കിടക്കുന്ന വാച്ച് ചലിച്ചിരിക്കുന്നു. ഒരുപക്ഷെ താങ്കളിത് നേരാകുമെന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കില്ല അല്ലേ? അല്ല 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 ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു വാച്ചിരിക്കുന്ന കണ്ടപ്പോൾ കൗതുകത്തിൽ വെറുതെ എടുത്ത് നോക്കിയപ്പോൾ വെറുതെ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ അത്ഭുതമായിട്ട് തോന്നുക. കാരണം ഇത്രയും ഒരു മാസത്തോളം വർക്ക് ചെയ്യാതിരുന്നിട്ടും അതിനുള്ളിൽ നിറച്ച് മണ്ണ് ചളി എല്ലാം കയറി വെള്ളം കയറി നിന്നതായിരുന്നു. അപ്പം നമ്മളത് ശരിയാക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത്ഭുതമായിട്ട് തോന്നുന്നു. അത് മുഴുവൻ ഉള്ളിൽ ചളിയായിരുന്നു. അതെ 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 ഉള്ളിൽ ബോഡി പൊട്ടിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഹോളുണ്ട്. ഹോളിലൂടെ വെള്ളം ഉള്ളിൽ കയറി ചളി കയറി എല്ലാം നിറഞ്ഞിരിക്കുന്നതായിരുന്നു. ചളിയൊക്കെ കളഞ്ഞ് അത് ഒന്ന് ബാറ്ററി ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നിട്ടപ്പോൾ ക്ലിയറായി. സമയമൊക്കെ ശരിയാക്കി. സർവീസ് പഠിച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ല വെറുതെ ഒരു രസത്തിന് ചെയ്തതാണ്. എന്തായാലും വലിയൊരു പ്രതീക്ഷയുടെ പ്രതീകം കൂടിയാണ് ഈ ഘടികാരം. കാരണം ഒരിക്കലും ഇത് പൂർവ്വസ്ഥിതിയിലാകും, ഇത് ശരിയാകുമെന്ന് പ്രതീക്ഷിച്ചല്ല ഈ ജ്യോതിഷ് ഇത് ചെയ്തത്. പക്ഷെ അത് ഈ പൂർവ്വസ്ഥിതിയിലായി എന്നുള്ളത് അത്ഭുതകരം തന്നെയാണ്. ഈ രീതിയിൽ വയനാടിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ നമുക്ക് കഴിയും. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വയനാടിനെ നമുക്ക് പഴയ രീതിയിലേക്ക് പടുത്തുയർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ വൺ, വയനാട്.